നമുക്ക് അജയുടെയും ഭൂമിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ അജയുടെ മോതിരം കൈമാറാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അജയ് വല്ലാത്തൊരവസ്ഥയോടുകൂടി അഞ്ജനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അഞ്ജനയ്ക്കൊരു വിജയ ചിരിയാണ്. ഇപ്പം എങ്ങനെയുണ്ടാന്നുള്ള രീതിയിലാണ് നോട്ടം. അപ്പോഴേക്കും അജയ് പറഞ്ഞു, ഇതെന്താ അമ്മ ഇതിങ്ങനെ? എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, ഇവിടെ പൂജകളും കാര്യങ്ങളും ഒന്ന് പറഞ്ഞിട്ടല്ലേ? അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എടാ അങ്ങനെ പറഞ്ഞല്ലേ നീ വരത്തുള്ളൂ, ഇതെല്ലാം അഞ്ജനയുടെ ബുദ്ധിയാണ്, അവളാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തതെന്ന് പറഞ്ഞു. അനുപമ പറഞ്ഞു, അതെ, ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അജയ് എന്ന് പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം അജയ് ഒരു നിമിഷം വല്ലാതെ ആയിപ്പോയി. അജയുടെ മനസ്സിലേക്ക് നയനയുടെ മുഖമാണ് വന്നേ. താൻ ഒരിക്കൽ അവളുടെ കൈവരിലെ മോതിരം മാറിയതാണ്, എന്നിട്ടോ അവളെ സ്വന്തമാക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ്ട് ഇവളെ ഒരിക്കലും ഇവളുമായിട്ടൊരു ജീവിതം താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എന്താടാ നോക്കിയിരിക്കണേ, സമയം പോയിക്കൊണ്ടിരിക്കുക, മോതിരം മാറാൻ പറഞ്ഞു. അജയ് ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയെങ്കിലും ഈ ഊരാക്കുടുക്കുന്ന രക്ഷപ്പെടണം. പക്ഷേ ഒരു പണി കൊടുക്കാനായിട്ട് തൽക്കാലത്തേക്ക് മോതിരം അങ്ങിടാം, കെട്ടണോ വേണ്ടോ എന്ന് താനല്ലേ തീരുമാനിക്കുന്നേ. അങ്ങനെ അജയ് മോതിരം ഇട്ട് കഴിഞ്ഞപ്പോൾ ഭവാനിക്കും അഞ്ജനയ്ക്കും ഭയങ്കര സന്തോഷം. ലോകം കീഴടക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അജയുടെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോതിരം ഇട്ടാലും കല്യാണം നടക്കാൻ പോകുന്നില്ല, താനാണ് തീരുമാനിക്കുന്നത് ആരെ കെട്ടണം വേണമെന്നൊക്കെയുള്ള. അതിനുശേഷം അജയ് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഭവാനി പറഞ്ഞു, അവനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നേ. മുത്തശ്ശി പറഞ്ഞു, ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട, അതൊക്കെ ഇഷ്ടപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ അഞ്ജനയും ഭവാനിയും കൂടെ മുറിയിലേക്ക് വരുമ്പോഴത്തേനും ഭവാനി കെട്ടിപ്പിടിച്ച് അഞ്ജന. ഭവാനി പറഞ്ഞു, മോളെ ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ കളികളൊക്കെ? എല്ലാം ഓക്കെ അല്ലേ? ആ തള്ളയെ വെച്ചിട്ട് ഞാൻ കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. ഇനി നീ കണ്ടോ, നിന്റെ കഴുത്തിൽ അവൻ താലി ചാർത്തും. അങ്ങനെ നിന്റെ സാരത്തുമ്പി ഞാൻ അവനെ കെട്ടിയിടിക്കും. ഞാൻ പറയുന്നു അവനനുസരിക്കാനും പോകുന്നുള്ളെന്ന് പറഞ്ഞു. ഇതൊക്കെ നടക്കുമോ? പിന്നെ നടക്കുമെന്നോ? അപ്പോഴേക്കും അഞ്ജലിക്ക് ഒന്നുകൂടെ സന്തോഷമായി. ഭവാനിയെ ചേർത്ത് പിടിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ചൊരു മതിപ്പൊക്കെ തോന്നുന്നേ. പക്ഷേ അജയ് ആകെപ്പാടെ എരിപൊരി കത്തി നിൽക്കുന്ന സമയത്ത് അനുപമ അങ്ങോട്ട് വന്നു. അനുപമ വന്നിട്ട് പറഞ്ഞു, അജയ് ഇതിനകത്ത് എന്തോ ഒരു കളിയുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഓ, ഇപ്പോഴാണോ നീ ഇതും പറഞ്ഞുകൊണ്ട് വരുന്നേ? ഇപ്പം നീ എന്തിനാ ഇത് എഴുന്നള്ളിച്ചുകൊണ്ട് വന്നേ? അല്ല, ഞാൻ പറഞ്ഞ നിനക്കൊക്കെ സന്തോഷമായി കാണുമല്ലോ. എനിക്കെന്ത് സന്തോഷം? അല്ല, ഇത്ര ഇടപെടിന്ന് മോതിരം മാറ്റം നടത്തി കഴിഞ്ഞപ്പം അതിനിപ്പം ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. എടി, മോതിരം മാറ്റം മാത്രം നടന്നിട്ടുള്ളൂ, കല്യാണം നടക്കാൻ പോകുന്നൊന്നുമില്ല. നടക്കാൻ പോകുന്നില്ലെന്നോ? അതെ, നീ കണ്ടോ ഈ അജയുടെ കളിച്ചിരിക്കുന്നേ? അവരെന്തൊക്കെയോ ഗൂഢമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അജയ്ന്ന് അനുപമ പറഞ്ഞു. അതെന്താ? അഞ്ജനയുടെ ബുദ്ധിയാന്ന് പറഞ്ഞല്ലോ അത്. ഇടപെടിന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്, എനിക്കങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ, നീ വലിയ പോലീസുകാരനല്ലേ, ഇപ്പം നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? നിനക്കറിയാലോ എന്ന് പറഞ്ഞു. അജയൊന്നും മിണ്ടിയില്ല. അജയ്ക്കാണ് സങ്കടവും ദേഷ്യവും അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അജയ് എന്ത് ചെയ്തു? അവിടെ ഇരിക്കാൻ പോലും തോന്നിയില്ല അജയ്ക്ക്. അജയ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും സംഗീതം അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എടാ നീ ഇതങ്ങോട്ടാ? എനിക്കിവിടെ ഇരിക്കാൻ താല്പര്യമില്ല. അമ്മേനെ കള്ളത്തരം പറഞ്ഞ് വിളിച്ചു വരുത്തിയതല്ലേ. എടാ മോനെ, നീ ഒരു കാര്യം വിചാരിക്കണം, നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ആഗ്രഹിക്കുന്നേ. നല്ല ജീവിതം, അവളോടൊപ്പം ഒരു നല്ല ജീവിതം കിട്ടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഭവാനിയമ്മയുടെ സ്വഭാവം അമ്മയ്ക്കറിയാലോ, എന്നിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയണത്. അമ്മ ഒന്ന് ചിന്തിച്ചു വെക്ക്, എനിക്ക് അവൾ ഒരിക്കലും സെറ്റാകത്തില്ല. എടാ മോനെ, നിന്റെ കല്യാണം അമ്മേ കെട്ടാനാണെങ്കിൽ ഏത് പെണ്ണെ വെള്ളം കെട്ടാ അമ്മയ്ക്കറിയാലോ. പക്ഷെ മനസ്സിനാണെങ്കിൽ പെണ്ണിനെ കിട്ടാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവളുമായിട്ട് ഒരിക്കലും എൻ്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. അല്ല മോനെ, അപ്പം കൂടുതലൊന്നും പറയണ്ട. അപ്പം നീ എന്ത് ചെയ്യാനാ പോകുന്നേ? അതൊക്കെ ഞാൻ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. ഇനി എന്താണെങ്കിലും അവൾ എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നില്ല. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഈ പറയുന്ന ഭവാനി അമ്മായി അഞ്ജനയും കൊണ്ട് ഈ വീട് വിട്ടു പോയി ആ ഒരു ചെറിയ കുടിസ് വീട്ടിൽ താമസിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കുമോ? ഒരിക്കലുമില്ല. എന്തോ ഒരു കാരണമുണ്ടമ്മേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. അതിപ്പോൾ അതേ മനസ്സിലാവും. എന്താണെങ്കിലും തൽക്കാലത്തേക്ക് അവളുമായിട്ട് വിവാഹത്തിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അജയൻ കൂടെ ഇറങ്ങിപ്പോയി. പിന്നീട് ഭവാനി എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, അമ്മേ അധികം വൈകാതെ അജയുടെ അഞ്ജനയുടെ അങ്ങനെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. അതിനെന്താ മോളെ? അതേ ദിവസമൊന്നും വേണ്ട, ഒരു 5-6 ദിവസത്തിനുള്ളിൽ. 5-6 ദിവസമോ? അതെങ്ങനെ ശരിയാവും? ആൾക്കാരെയൊക്കെ വിളിച്ച് ഗംഭീരമായിട്ട് വേണ്ട കല്യാണം നടത്താൻ. അധികം വലിയ ഗംഭീരമായിട്ട് നടത്തണ്ടമ്മേ. എനിക്കിപ്പോഴും നല്ല ഭയമുണ്ട്.
അവളുടെ കഴുത്തിൽ താലി ആർത്തിയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ ശരിയാകത്തുള്ളൂ. ഒരു പക്ഷെ അജയ് ഇങ്ങനെ മാറുമോന്ന്. എവിടെ മാറാന്, അവൻ എൻ്റെ കൊച്ചുമോനല്ലേ, അവനൊന്നും മാറാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും എനിക്കെന്തോ നല്ലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നീ വിഷമിക്കണ്ട ഭവാനി, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഇനിയിപ്പോൾ 5-6 ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തി ഒരു കാര്യം ചെയ്യാം, ജോൾസിനെ വിളിച്ചൊരു മുഹൂർത്തം എടുപ്പിക്കാം, എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞു. അത് മതി, അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് ഭവാനി സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോയി. പിന്നീട് ഭവാനി പോയി കമാലിനെ വിളിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണം. തൽക്കാലത്തേക്ക് ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനി അവൾ ഭൂമി ജീവനോടെ ഇരിക്കുന്ന ആപത്താണ്, പ്രത്യേകിച്ച് എൻ്റെ മകളുടെ വിവാഹം നടക്കാൻ പോകുന്ന ഈ അവസരത്തിൽ. അതുകൊണ്ട് ഒരു കാരണവശാലും അവൾ ഭൂമിയിലുണ്ടാകാൻ പാടില്ല, അവളുടെ കഥ കഴിച്ചേക്കണമെന്ന് പറഞ്ഞു. കമാൽ പറഞ്ഞു, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് മാഡം, പക്ഷേ എങ്കിൽ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അത് കൈവിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇനി കൈവിട്ട് പോകാൻ പാടില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഒടുവിൽ കമാൽ പറഞ്ഞു, ഞാൻ ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഫോണും കട്ട് ചെയ്യുന്നേ. ആ സമയം സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് അജയ് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തേലും ഒരു മാർഗം കണ്ടെത്തണം, അവളുമായിട്ടുള്ള വിവാഹം എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് ഭൂമിയെ കാണുന്നത്. പെട്ടെന്ന് അജയ് വണ്ടി നിർത്തി. നീ എന്താ ഇവിടെ? അതെ, എനിക്കിവിടെ ഒന്ന് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു അജയ് സാറേ എന്ന് പറഞ്ഞു. പിന്നീട് അജയോട് ചോദിച്ചു, അല്ല എൻ്റെ അമ്മയുടെ കേസിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അതൊക്കെ അതിൻ്റെ ഇന്ന് നടക്കുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, നിനക്ക് ഞാൻ വാക്ക് തന്നല്ലേ. അല്ല നീ ഇപ്പോൾ ഫ്രീ ആണോയെന്ന് ചോദിച്ചു. അതെന്താ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേനും ഭൂമി പറഞ്ഞു, അതെ ഞാൻ ഇവിടം വരെ വന്ന ഒരു കാര്യം ചെയ്യുക, വൈകുന്നേരം നീ എന്നോടൊപ്പം ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഭൂമി പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അജയുടെ മനസ്സിൽ ചില പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി അജയും കൂടെ ഒരു കോഫി ഷോപ്പിലേക്ക് പോവാണ്. അവിടെ ചെന്നിങ്ങനെ കോഫിയെ കുടിക്കുന്ന സമയത്ത് ഭൂമി ചോദിച്ചു, എന്താ സാറേ? അത്യാവശ്യമായിട്ട് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നല്ലോ. അതെ, എനിക്ക് ചിലപ്പോൾ നിൻ്റെ ഒരു സഹായം വേണ്ടി വരുമെന്ന് പറഞ്ഞു. സഹായമോ? എന്ത് സഹായം? അത് പിന്നെ അജയ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. നിനക്കറിയാവോ, എനിക്കിഷ്ടമില്ലാത്തൊരു വിവാഹബന്ധം ഇപ്പം എൻ്റെ വീട്ടുകാർ ഉറപ്പിച്ചു വെച്ചിരിക്കുക. എൻ്റെ മുറപ്പെണ്ണിനെ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് അവളെ ഇഷ്ടമില്ല, അവളെ ഏതാണ്ട് വിളിക്കുന്ന പോലെ എന്നെ കല്യാണം കഴിക്കുന്നു പറഞ്ഞ്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, അവൾക്ക് എന്നെ കല്യാണം കഴിക്കണം, അവളുടെ ഒരു വാശി തീർക്കണം, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ എനിക്കതിന് സമ്മതമല്ല. അല്ല, അഞ്ജനയുടെ കാര്യമാണല്ലേ പറയണേ, അഞ്ജനയ്ക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമുള്ളോ? അതൊക്കെ അവളുടെ വെറും അഭിനയം മാത്രമോ ഭൂമി, അങ്ങനെയൊന്നുമല്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭൂമി ഒരു നിമിഷം ആലോചിച്ചു, അല്ല ഇപ്പം സാറിന് അവളെ കല്യാണം കഴിച്ചാൽ എന്താ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാവണം, നല്ല ജോഡിയല്ലേ? ജോഡി പോലും അവളോടൊപ്പം ജീവിക്കാനോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അല്ല പിന്നെ സാർ എന്ത് ചെയ്യാൻ പോവാ? കല്യാണം നടക്കാൻ പാടില്ല, അതിന് വേണ്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്. എന്ത്? അതെ, ആ കല്യാണം മുടങ്ങിയെങ്കിൽ വേറൊരു കല്യാണം എൻ്റെ നടക്കണം. വേറൊരു കല്യാണം നടക്കാനോ? അപ്പം സാറ് ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട്. ഏത്? അതാണ് എൻ്റെ മുൻപിലിരിക്കണമെന്ന് പറഞ്ഞു. ഒരു നിമിഷം ഭൂമി ഒന്ന് ഞെട്ടിപ്പോയി. ഞാനോ? അതേന്ന് പറഞ്ഞു. ഭൂമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അജയുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ അഭിനയിക്കാൻ തന്നെ ഭാര്യയായിട്ട് ഇവളെ കൊണ്ട് അഭിനയിപ്പിക്കാം, ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് അങ്ങനെ അഭിനയിപ്പിക്കാമെന്നൊരു ചിന്ത. ഒരു കരാറിൽ ഒപ്പിടുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. പിന്നെ അഞ്ജനയുടെ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല തൻ്റെ ജീവിതത്തിൽ. അതൊക്കെയായിരുന്നു അജയുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭൂമിയാണ് ശരിക്കും ഞെട്ടിപ്പോയത്. ഭൂമിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.